അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും പഴവും കൊണ്ടുള്ളൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും തന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണിത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാഷ്നട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അവലാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. ബ്രൗൺ കളറുള്ള അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് അവലും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് ക്രിസ്പി ആക്കണ്ട, ചെറിയതായിട്ട് നമ്മളൊന്ന് വറുത്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ അവലും ഇവിടെ വറുത്തിട്ടെടുക്കുക. അപ്പോൾ അവലും ഞാനിവിടെ നിന്ന് ചെറിയതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. പഴം അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിലും മതി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് കിട്ടണം. പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഈ അവലും കൂടി ചേർത്ത് കൊടുക്കാം. അവലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ ഉണക്കമുന്തിരിയും കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/2 ഗ്ലാസോളം ശർക്കര പാനിയുണ്ട്. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര. അപ്പോൾ ഈ ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ ഒരു മുട്ട ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൂറ്റി കൊടുക്കുകയാണ്. ഈ മുട്ടയിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് നമുക്കൊരു സ്പൂണോ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ മൊരിഞ്ഞിട്ടുള്ള ഈ ഒരു വശമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു 4 സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ബ്രെഡ് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് അതങ്ങ് പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ ഈ ബ്രെഡ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ പരത്തിയെടുത്തിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിൽ ഈ മുട്ടയുടെ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. മടക്കുന്ന സമയത്ത് അത് വിട്ടു പോകാതെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ഇതുപോലെ തൂത്ത് കൊടുക്കുന്നത്.
അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഈ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് വിട്ടു പോരാതെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. നേരത്തെ ചെയ്ത പോലെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം തന്നെ ബ്രെഡ് ഒന്ന് പരത്തിയിട്ട് ഞാൻ ഫില്ലിംഗ് അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം നമുക്ക് ബട്ടറോ ഓയിലോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പാനിൽ നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇതൊന്ന് മുക്കിയെടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമ്മളിതിൻ്റെ എല്ലാ ഈ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കുക. കാരണം നമ്മളിത് മുട്ടയിലൊക്കെ മുക്കിയതായതുകൊണ്ട് ആ സൈഡും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കുക. ഞാനിത് തീ കുറച്ചിട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് എല്ലാ സൈഡും നല്ല പോലെ തന്നെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ സ്നാക്സ് എല്ലാം തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് ഒരു 2 നുള്ള് സിന്നമൺ പൗഡർ, നമ്മുടെ കറുവപ്പട്ട പൊടിച്ചെടുത്തതാണിത്, അതൊരു 2 നുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്നാക്സ് ഈ പഞ്ചസാരയുടെ ഈ കറുവപ്പട്ടയുടെ മിക്സിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് എല്ലാ സൈഡും ആക്കി കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര കഴിക്കാൻ കിട്ടുന്നതും പിന്നെ കറുവപ്പട്ടയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.